ദക്ഷിണ അമേരിക്കയോട് ചേർന്നുള്ള ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യം ഇന്ത്യയുടെ 8 ഇരട്ടി ഓഹരി വരുമാനമുള്ള സമ്പന്നമായ ഒരു രാജ്യമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച ഒരു രാജ്യമാണ്. 35% ഇന്ത്യക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെയുള്ള ഇന്ത്യക്കാർ രാഷ്ട്രീയത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നവരും അധികാരം കൈയാളുന്നവരുമാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബാസ്റ്റിയോ പാണ്ഡെ ഇന്ത്യൻ വംശജനാണ്. അതുപോലെ കമല പെർസാദ് ബിസാർ, നൂർ മുഹമ്മദ് ഹസൻ അലി, ക്രിസ്റ്റ്യൻ കങ്കാലു തുടങ്ങിയവർ മുമ്പ് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലോകബാങ്ക് ഇപ്പോൾ ഹൈ ഇൻകം എക്കണോമിയായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ടൂറിസം വളരെ വികസിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് കരീബിയൻ രാജ്യങ്ങളെപ്പോലെ ടൂറിസത്തെ മാത്രം ആശ്രയിച്ചല്ല ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സാമ്പത്തിക മേഖല കെട്ടിപ്പടുത്തിട്ടുള്ളത്. ധാരാളം വ്യവസായങ്ങളും പെട്രോളിയം കയറ്റുമതിയും പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയും ഇവിടെയുണ്ട്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് മേഖലയിൽ നിന്നാണ് രാജ്യത്തിൻ്റെ വരുമാനം കൂടുതലായും ലഭിക്കുന്നത്. കരീബിയൻ പ്രദേശത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമായി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ കണക്കാക്കപ്പെടുന്നു. ഹിന്ദി സിനിമകൾ കാണുന്നതിൽ പ്രത്യേക താല്പര്യമുള്ളവരാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ജനങ്ങൾ. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ഈ ദ്വീപുകളിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഇന്ത്യൻ ആഘോഷമായ ദീപാവലി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ വ്യാപകമായി ആചരിക്കപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ധാരാളം ചെറിയ വിളക്കുകൾ കത്തിച്ചു വെക്കുകയും ദീപാവലി നഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ഉത്സവം സംഘടിപ്പിക്കുകയും ചെയ്യും. ഈ സമയത്ത് പാട്ടും നൃത്തവും നാടകവും മറ്റ് സാംസ്കാരിക പരിപാടികളും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ അരങ്ങേറാറുണ്ട്. പല പരിപാടികളും വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേക ചെലവില്ലാതെ തന്നെ നടത്തുവാൻ പറ്റുന്നു. ഈ സമയത്ത് ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റുകളിൽ ഇന്ത്യൻ ഫുഡാണ് സെർവ് ചെയ്യുക. ദീപാവലി ഈ രാജ്യത്തിൽ ഒരു പബ്ലിക് ഹോളിഡേ ആണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഭക്ഷണം ഇന്ത്യൻ സ്വാധീനത്താൽ വളരെയധികം വ്യത്യസ്തമായി മാറിയിരിക്കുന്നു. റോട്ടി കറിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും മികച്ച ഭക്ഷണം. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ തലസ്ഥാനം പോർട്ട് ഓഫ് സ്പെയിൻ പട്ടണമാണ്. വർഷം മുഴുവൻ ചൂടുള്ള കാലാവസ്ഥയുള്ള പോർട്ട് ഓഫ് സ്പെയിനിൽ യൂറോപ്യൻസും അമേരിക്കക്കാരും ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു.